ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈപ്പോസ് വേൾഡ്. നമുക്കിന്ന് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് ആദ്യം എടുത്തിട്ടുള്ളത്. 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ബ്രെഡിൻ്റെ പീസസ് നന്നായിട്ട് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്ര നന്നായിട്ട് ഫൈൻ പൗഡർ അല്ല, ഓൾമോസ്റ്റ് ഒരു നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ്. പിന്നെ ഞാനൊരു പഴം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമുക്ക് മാറ്റിക്കളയാം. നമ്മുടെ പഴം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ആ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് പഴം നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് കുറച്ചുകൂടി പഴുത്ത പഴമാണെങ്കിൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഈ പഴം ഇപ്പം അത്രയ്ക്ക് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് കുറച്ച് ഹാർഡ്നെസ് ഉണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പഴം ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എഗെയിൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. കുറച്ചുകൂടി ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ, കാരണം നമ്മളിത് റൗണ്ടാക്കിയിട്ട് വറക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആണ്. അപ്പോൾ നമുക്കതിൽ പാലൊഴിച്ച് കൊടുക്കണം. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് എത്രത്തോളം വേണ്ടി വരും അതിനനുസരിച്ച് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് പാലും നമ്മുടെ ബാക്കിയുള്ള മിക്സർ എല്ലാവരും പാടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ചെറിയ തേങ്ങയുടെ പകുതി ഉണ്ടാവും. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായി പോകുന്നത്. ഇപ്പോൾ ആ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾസോ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് എഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിക്കുന്ന സമയത്ത് കുറച്ച് ബ്രെഡിൻ്റെ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും നമ്മളങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ബോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇത്ര വലിയ ബോളായത് കാരണം ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു രൂപം മാറ്റേണ്ടി വരും. ഇപ്പോൾ ഞാൻ നല്ല ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാനത് കുഴച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വെള്ളം ഓവറായി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെയ്തതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൂടിപ്പോയിരുന്നു. അപ്പോൾ ഞാനത് കടലമാവ് കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി പാകമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്, സോറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോൾസ് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു നല്ല ഹോൾസുള്ളൊരു സ്പൂൺ വെച്ചിരുന്ന് മാറ്റി കളയാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പോലെ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളർ നന്നായിട്ട് മാറി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഗെയിൻ അതും മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്